നമസ്കാരം, ഞാൻ ഉന്മേഷ്. ശിവരാമൻ വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞതോടെ യാത്രക്കാർ വലഞ്ഞു. സെക്രട്ടേറിയറ്റിൽ 8% ജീവനക്കാർ മാത്രമാണ് ജോലിക്കെത്തിയത്. ഭരണ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായാണ് കേരളത്തിൽ പണിമുടക്കുന്നത്. നമ്മൾക്ക് യാത്രക്കാരെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ഒരു വാഹനത്തിനും ബുദ്ധിമുട്ടിക്കരുത് സമരക്കാർ. ചെന്നൈയിലായിരുന്നു സമരം, അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ സമരമുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ പോകുന്ന ഞാൻ ആലോചിക്കുന്നത്, ബസ് ഉണ്ടെങ്കിൽ അങ്ങനെ കേൾക്കുമായിരുന്നു. ബസ് കിട്ടുമെന്ന് പറഞ്ഞ ട്രെയിനിൽ വന്നാണ്, കാസർഗോഡ് നിന്ന്. ഓട്ടോറിക്ഷ, ബസ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർ വലഞ്ഞു. തിരുവനന്തപുരം RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എത്തിയ രോഗികൾക്ക് പോലീസ് വാഹന സൗകര്യമൊരുക്കി. 10% താഴെ KSRTC ബസ്സുകളാണ് നിരത്തിലിറക്കിയത്. ഇതിൽ പലതും സമരാനുകൂലികൾ തടഞ്ഞു. ചില ബസ്സുകൾ പോലീസ് സുരക്ഷയിലാണ് സർവീസ് നടത്തിയത്. കൊല്ലത്ത് KSRTC ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. മൂവാറ്റുപുഴയിൽ KSRTC ബസിന്റെ ചില്ല് സമരാനുകൂലികൾ തകർത്തു. സംസ്ഥാനത്ത് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. തുറന്ന വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ പലയിടത്തും ഭീഷണിപ്പെടുത്തി അടപ്പിച്ചു. സർക്കാർ ഓഫീസുകളിലെത്തിയ ജീവനക്കാരെ പലയിടത്തും സമരക്കാർ കയ്യേറ്റം ചെയ്തു. എന്നാൽ സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഹാജരായി. ജീവനക്കാർ ഭൂരിഭാഗവും വിട്ടുനിന്നു. ആകെയുള്ള 4686 ജീവനക്കാരിൽ 423 പേർ മാത്രമാണ് ഹാജരായത്. വിവിധയിടങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. പണിമുടക്കിൽ സംസ്ഥാന വ്യാപകമായി സമരാനുകൂലികളുടെ കയ്യേറ്റവും ഭീഷണിയും. പൂട്ടിയിട്ടും വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടുമായിരുന്നു ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ നേരിട്ടത്. പണിമുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകും എന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ഇടുക്കി കുമളിയിൽ ജലസേചന വകുപ്പിലെ ജീവനക്കാരൻ വിഷ്ണുവിനെ സമരാനുകൂലികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. CPIM CITU പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് പരാതി. കൊല്ലം ആയൂരിലും ഇടുക്കി പീരുമേട്ടിലും കോട്ടയം ചങ്ങനാശ്ശേരിയിലും ജോലിക്കെത്തിയ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ സമരക്കാർ മർദ്ദിച്ചു. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ജോലിക്കെത്തിയ അധ്യാപകരുടെ വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റഴിച്ചുവിട്ടു. നെടുങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. തിരുവനന്തപുരം അരുവിക്കര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗേറ്റ് സമരാനുകൂലികൾ പുറത്തുനിന്ന് പൂട്ടി. വൈകിട്ട് 4:30യോടെയാണ് അധ്യാപകർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസിലേക്ക് സമരാനുകൂലികൾ തള്ളിക്കയറി. കണ്ണൂർ തോട്ടട ITIയിൽ പണിമുടക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് ജീവനക്കാരുടെ പരാതി. കയ്യേറ്റങ്ങളിലും ഭീഷണിയിലും CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണന്റെ പ്രതികരണം ഇങ്ങനെ: ഈ പണിമുടക്ക് സമരത്തെ തന്നെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ, പണിമുടക്കിനെ പരാജയപ്പെടുത്തത്തക്ക നിലയിൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ കാലമത്രയും ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങളുണ്ടാവും. അത്രേ ഉണ്ടായിക്കുള്ളൂ. വേറെ ആക്രമണവും അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിന്റെ ഭാഗമായിട്ടില്ല. മലപ്പുറം മഞ്ചേരിയിൽ പണിമുടക്കിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തു. എടവണ്ണ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. ഒപ്പിട്ട് വിനോദയാത്ര പോകാനായിരുന്നു ജീവനക്കാരുടെ പദ്ധതി എന്നാണ് സമരക്കാരുടെ പ്രതികരണം. കൊല്ലം അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ സ്കൂളിലെത്തി ഒപ്പിട്ട ശേഷം വീടുകളിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച് 24 മണിക്കൂർ പണിമുടക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ചലനമുണ്ടാക്കിയില്ല. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. പശ്ചിമ ബംഗാളിൽ പ്രതിഷേധക്കാർ റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ പൊതുപണിമുടക്ക് കാര്യമായ ചലനമുണ്ടാക്കിയില്ല. ബസ്സുകളും ഓട്ടോ ടാക്സികളും പതിവ് പോലെ സർവീസ് നടത്തി. പശ്ചിമബംഗാളിൽ പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പലതവണ സംഘർഷമുണ്ടായി. ജാദവ്പൂരിൽ ഇടതു പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു.
ഹൗറയിൽ ഇടതു തൊഴിലാളി സംഘടനകളുടെ റോഡ് ഉപരോധത്തിനെതിരെ പോലീസ് ലാത്തിചാർജ് നടത്തി. കൊൽക്കത്ത തുറമുഖത്തിന്റെയും കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെയും പ്രവർത്തനം പണിമുടക്കിൽ സ്തംഭിച്ചു. മുംബൈ, ചെന്നൈ, ബംഗളൂരു നഗരങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലാണ്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ പണിമുടക്കിന്റെ ഭാഗമായി കർഷകരും കർഷക തൊഴിലാളികളും വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അതേസമയം രാജ്യത്തെ ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകളെ പണിമുടക്ക് ഭാഗികമായി ബാധിച്ചു. വ്യാവസായിക മേഖലകളെയും പണിമുടക്ക് ബാധിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഡൽഹി അടക്കമുള്ള നഗരപ്രദേശങ്ങളെ പൊതുപണിമുടക്ക് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. പണിമുടക്കിന് ആഹ്വാനം ചെയ്ത 10 ട്രേഡ് യൂണിയനുകളും അനുകൂലിക്കുന്ന മറ്റ് സംഘടനകളും ജന്തർ മന്ദിറിൽ ഇന്ന് പ്രതിഷേധ യോഗം ചേരും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. KSRTC ജീവനക്കാർ പണിമുടക്കില്ലെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ ഇടതുമുന്നണിയിൽ എതിർപ്പ്. മന്ത്രിയുടെ അഭിപ്രായം LDF നിലപാട് മറന്നുകൊണ്ടാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. KB ഗണേഷ് കുമാറിനെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. വിഷയം മുന്നണി ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. KSRTC ജീവനക്കാർ പണിമുടക്കില്ലെന്നും എല്ലാവരും സന്തുഷ്ടരാണെന്നുമുള്ള ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് ഇടതുമുന്നണിയിൽ രാഷ്ട്രീയവാദമായി വളരുന്നത്. മന്ത്രിയെ തള്ളിക്കൊണ്ട് CPI രംഗത്ത് വന്നത് വിവാദം മൂർച്ഛിപ്പിച്ചു. ഒരു മന്ത്രിക്ക് അങ്ങനെ പറയാൻ തോന്നുമായിരിക്കാം, പക്ഷേ പൊതുവിൽ അദ്ദേഹം കേൾക്കേണ്ട സ്റ്റാൻഡ് LDFന്റെ പൊതുവായ നിലപാടിൻ്റെ ഭാഗത്ത് നിരക്കുന്ന ഒന്നല്ല എന്നാണ് തോന്നിയത്. തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയൻ നേതൃത്വത്തിനും ഗണേഷിന്റെ പ്രസ്താവനയിൽ കടുത്ത എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് നീക്കം. സാധാരണ നിലയിൽ മന്ത്രിക്കല്ല നോട്ടീസ് കൊടുക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. അവിടെയെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച നടത്തി ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരമാവധി കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. മന്ത്രിസഭയിലെ സഹപ്രവർത്തകരും ഗണേഷ് കുമാറിന്റെ പ്രതികരണം തള്ളിക്കളയുകയാണ്. ഗണേഷ് കുമാറിന്റെ അഭിപ്രായം പറഞ്ഞു, പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സമരത്തിന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്. 24, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി ഹൈക്കോടതി. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ പുതുക്കിയ രീതി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണ് എന്ന് കണ്ടെത്തിയാണ് നടപടി. അപ്പീൽ നൽകാനാണ് സർക്കാർ ആലോചന. തുല്യത നടപ്പാക്കാനാണ് പുതിയ രീതി കൊണ്ടുവന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. കീം എൻട്രൻസ് പരീക്ഷ എഴുതി എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിന് കാത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി വിധി പ്രതിസന്ധിയാവുകയാണ്. വിഷയങ്ങളുടെ മാർക്ക് കണക്കാക്കാൻ അവസാന നിമിഷത്തിൽ പുതിയ സമവാക്യം കൊണ്ടുവന്നത് ഏകപക്ഷീയമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഫെബ്രുവരിയിലെ പ്രോസ്പെക്ടസ് അനുസരിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി ഉത്തരവിനെതിരായ തുടർ നടപടികൾ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. സംസ്ഥാന സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും CBSE വിദ്യാർത്ഥികൾക്കും തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു പരിഷ്കാരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇനിയും അപ്പീൽ പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷം വരെ പിന്തുടർന്ന എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് റാങ്ക് കണക്കാക്കുന്ന രീതി ഇത്തവണ പൂർണ്ണമായും മാറ്റിയിരുന്നു. 3 സ്കീം വിഷയങ്ങളായ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളുടെ മാർക്ക് ഏകീകരിച്ച് അനുപാതം 5:3:2 എന്ന നിലയിൽ കണക്കാക്കുന്നതാണ് പുതിയ രീതി. 24, തിരുവനന്തപുരം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. മലപ്പുറത്തെ നിപ ബാധിതയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട സ്ത്രീ മരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നുള്ള വാർത്ത ഇപ്പോൾ ശ്രീജിത് ശിവകുമാരൻ അറിയിക്കുന്നു. എങ്കിലും സ്രവം വൈറോളജി ലാബിലേക്ക് അയക്കും. നിപ ഇല്ല എന്ന് ഉറപ്പിച്ച ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ സംസ്കാരം മാറ്റിവെക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിപ പരിശോധനാ ഫലം വരട്ടെ എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നിലപാട്. ഇപ്പോൾ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നാണ് ശ്രീജിത് ശിവകുമാരൻ അറിയിക്കുന്ന. അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളെത്തും.
ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ അണിയറ പ്രവർത്തകർ സെൻസർ ബോർഡിന് വഴങ്ങിയതോടെ എതിർപ്പറിയിച്ച സിനിമാ സംഘടനകൾ നിലപാടിൽ വിയോജിപ്പുണ്ടെന്നും സെൻസർ ബോർഡിന് എതിരെ പോരാട്ടം തുടരുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് 24 പറഞ്ഞു. ചെറുത്തുനിൽപ്പ് തുടരും എന്നാണ് ഫെഫ്കയുടെ നിലപാട്. JSK സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിക്കാൻ 2 നിർദ്ദേശങ്ങളാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കോടതിയിൽ പറഞ്ഞത്. ജാനകി എന്ന പേരിനൊപ്പം ഇനിഷ്യൽ കൂടി ചേർത്ത് ജാനകി വി എന്നോ വി ജാനകി എന്നോ ആക്കണം. സിനിമയിൽ 2 സന്ദർഭങ്ങളിൽ ജാനകി എന്ന പേര് പറയുന്നത് മ്യൂട്ട് ചെയ്യണം. നേരത്തെ 96 സീനുകളിൽ കട്ടുപറഞ്ഞ സെൻസർ ബോർഡ് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതും ഇന്ന് കോടതിയിൽ കണ്ടു. പേരുമാറ്റത്തെ ആദ്യം എതിർത്ത അണിയറ പ്രവർത്തകർ പിന്നീട് അംഗീകരിച്ചു. പുതിയ പേരുമാറ്റം സിനിമയുടെ പ്രമേയത്തെ ബാധിക്കില്ല. സിനിമ പുറത്തിറക്കുന്നതിനാണ് മുഖ്യ പരിഗണനയെന്നും അണിയറ പ്രവർത്തകർ 24നോട് പറഞ്ഞു. വഴങ്ങിക്കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയില്ല എന്നുള്ള കാര്യം അവർ തന്നെ പറഞ്ഞല്ലോ. 96 കെട്ട് പറഞ്ഞെടുത്ത് നിന്ന് അവർ തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ഇപ്പം നിലവിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 ചേഞ്ചസ് ആണ്. ആ 2 ചേഞ്ചസ് നമ്മൾ വരുത്താൻ തയ്യാറാണ്. പിന്നെ ജാനകി എന്നുള്ള പേരിന്റെ കൂടെ ജാനകിയുടെ മുഴുവൻ പേര് ജാനകി വിദ്യാധരൻ പിള്ള എന്നാണ്. അപ്പൊ അതിന്റെ ഇനിഷ്യലായി വി എന്നുള്ളത് ആഡ് ചെയ്യണം എന്നുള്ളതും അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും സിനിമയുടെ കഥയോ അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു ഫ്ലോയോ ബാധിക്കുന്ന രീതിയിലല്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യം വന്നതുകൊണ്ട് നമ്മളത് മാറ്റാൻ വില്ലിങ് ആയതാണ്. സിനിമയിൽ ബലാത്സംഗത്തിനിരയായി ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണെന്നും ഈ രംഗം മതസൗഹാർദ്ദം തകർക്കുമെന്നും സെൻസർ ബോർഡ് കോടതിയിൽ പറഞ്ഞു. സിനിമയുടെ പേര് നിർദ്ദേശിക്കാനുള്ള സ്വാതന്ത്ര്യം കലാകാരന്റേതാണെന്നായിരുന്നു കോടതിയുടെ നിലപാട്. മാറ്റം വരുത്തിയ സിനിമയുടെ പുതിയ പതിപ്പ് ഉടൻ സെൻസറിങ്ങിന് നൽകും. 3 ദിവസത്തിനുള്ളിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച തന്നെ ചിത്രം റിലീസ് ചെയ്യും. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഇന്ന് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത് ഈ പേരുമാറ്റ വിഷയമാണ്. രാത്രി 7:30 ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ചർച്ച. കോൺഗ്രസിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ചർച്ചകൾക്ക് തുടക്കമിട്ട് ഡോക്ടർ ശശി തരൂർ MP. UDFൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് എന്ന സർവേ ഫലം ഡോക്ടർ ശശി തരൂർ എക്സിൽ പങ്കുവച്ചതാണ് വീണ്ടും ഇപ്പോൾ ചർച്ചകൾ സജീവമാക്കുന്നത്. തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് 28% പേർ അഭിപ്രായപ്പെട്ടു എന്നാണ് സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം. തരൂരും കോൺഗ്രസ് ഹൈക്കമാൻഡും സമാന്തര രേഖയിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. അതിനിടെയാണ് പാർട്ടിയെ കുലുക്കാൻ തരൂരിന്റെ പുതിയ ബോംബ്. കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസി നടത്തിയതെന്ന് അവകാശപ്പെടുന്ന സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ശശി തരൂർ പങ്കുവച്ചത്. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നും UDF അധികാരത്തിൽ വന്നാൽ തരൂരിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം ആളുകൾ ആഗ്രഹിക്കുന്നതെന്നുമാണ് സർവേ. 28.3% പേരാണ് സർവേയിൽ ശശി തരൂരിനെ പിന്തുണച്ചത്. 15% പേരുടെ പിന്തുണയാണ് VD സതീശന്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ എല്ലാവർക്കും യോഗ്യതയുണ്ടെന്ന് KPCC പ്രസിഡന്റ്. മുഖ്യമന്ത്രിയായിരുന്നുള്ളത് അന്ന് അതിൻ്റെതായ നടപടിക്രമങ്ങളനുസരിച്ച് കീഴ്വഴക്കങ്ങളനുസരിച്ച് MLAമാരും ആയിട്ട് ആലോചിച്ച് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആരാണ് അയോഗ്യൻ? മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടെന്ന് തരൂരും പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനകത്തെ ക്യാപ്റ്റൻ മേജർ പോരിനിടെ ബങ്കർ ബോംബുമായി തരൂരും ഇറങ്ങുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 24, ഡൽഹി. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് 2025 സെപ്റ്റംബർ ഇൻടേക്കിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത. 24 സ്റ്റഡി അബ്രോഡ് ലോകത്തെ മികച്ച സർവകലാശാലകളിൽ UG, PG, ഡിപ്ലോമ, മാസ്റ്റർ ഓഫ് റിസർച്ച് പഠനത്തിനായി സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പ്രത്യേക അവസരം ഒരുക്കുന്നു. ഇനിയും അഡ്മിഷൻ നേടാൻ കഴിയാത്തവർ 9001900156 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. www.24studyabroad.com എന്ന വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. മലപ്പുറത്ത് നിപ്പ ബാധിതയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ട സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവ്. എങ്കിലും സ്രവം വൈറോളജി ലാബിലേക്ക് അയക്കും. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. അല്പസമയം മുൻപാണ് ആ ഒരു പരിശോധനാ ഫലം ആരോഗ്യവകുപ്പിന്റെ പക്കൽ എത്തിയിരിക്കുന്നത്. ആ പരിശോധന ആദ്യഘട്ടത്തിൽ തന്നെ ട്രൂനാറ്റ് പരിശോധന നടത്തണമെന്ന നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന പ്രാഥമികമായി നടത്തിയത്. അത് പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇവർ അവിടെ ICUവിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം ഇപ്പോൾ നിപ്പ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ശേഷമായിരിക്കും സംസ്കാരം നടത്താൻ അനുവദിക്കുക എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അടുത്ത ഘട്ടത്തിലുള്ള ഒരു പരിശോധന കൂടി
കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും നിപ്പയിൽ ആശ്വാസമാണ്. നിപ്പ സംശയിച്ചിരുന്നു, പക്ഷേ ആ ഒരു ഘട്ടത്തിൽ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന മരിച്ച സ്ത്രീക്ക് നിപ്പ ഇല്ല എന്ന പ്രാഥമികമായ ഫലമാണെങ്കിലും ആശ്വാസകരമാണ് ഈ ഒരു ഘട്ടത്തിൽ. ഉന്മേഷ്. ശരി, ശ്രീജിത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 2 വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിലൊന്ന്, 1 കോടി രൂപയും 125 പവൻ സ്വർണം തട്ടിയ കേസിൽ സ്ത്രീ അറസ്റ്റിലായി എന്നുള്ള വാർത്ത ഇപ്പോൾ സമീർ ബിൻ കരീം അറിയിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത, അധ്യാപകർ വിദ്യാർത്ഥികളെ ചൂരൽ കൊണ്ട് അടിക്കുകയോ ശാരീരിക ശിക്ഷ നൽകുകയോ ചെയ്യുന്നത് കുറ്റകരമല്ല എന്നുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവാണ്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമം തുടർന്ന ആക്ഷൻ കൗൺസിൽ. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോം ചർച്ചകൾ തുടരും. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ജോൺ ബുട്ടാസ് എം.പി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. യമൻ പൗരൻ തലാൽ അബു മഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിയമപരമായി എല്ലാ നടപടികളും പൂർത്തിയായ പശ്ചാത്തലത്തിൽ സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പു നൽകുക മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഏക മാർഗം. യമനിൽ തിരികെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബു മഹദിയുടെ കുടുംബവുമായി ചർച്ചകൾ തുടരുമെന്ന് അറിയിച്ചു. തലാലിന്റെ കുടുംബത്തിന് നേരത്തെ ദിയാധന പാക്കേജ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. കുടുംബാംഗങ്ങളിലെ ഭൂരിഭാഗത്തിനും അനുകൂല നിലപാടുള്ളത് എന്നാണ് വിവരം. മാനുഷിക പരിഗണന മുൻനിർത്തി നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ചർച്ചകൾ തുടരുന്നതിനിടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം അവ്യക്തമാണ്. വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷ. തലാലിനെ വധിച്ചത് കേസിൽ 2017 ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത്. 24 ഡൽഹി. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ 20 വർഷത്തെ തടവ് ശിക്ഷ അപ്പീൽ കോടതി ശരിവെച്ചു. ശിക്ഷ കൂട്ടണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളി. 19 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച അബ്ദുറഹീമിനെ 1 വർഷത്തിനുള്ളിൽ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. സൗദി ബാരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട പൊതു അവകാശ കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷയാണ് അബ്ദുറഹീമിന് കഴിഞ്ഞ മെയ് 26 റിയാദിലെ കീഴ്ക്കോടതി വിധിച്ചത്. ഇന്ന് ചേർന്ന അപ്പീൽ കോടതി ഈ ശിക്ഷ ശരിവെച്ചു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളി. 19 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച പശ്ചാത്തലത്തിൽ അബ്ദുറഹീമിനെ ഉടൻ മോചിപ്പിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യവും കോടതി തള്ളി. റിയാദിലെ നിയമസഹായ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. 20 വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് 1 വർഷത്തിനുള്ളിൽ അബ്ദുറഹീമിനെ മോചിപ്പിക്കുമെന്നാണ് സൂചന. എന്നാൽ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കാൻ പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും ഇനിയും അവസരമുണ്ട്. ഇന്ന് കോടതി ചേർന്നപ്പോൾ റഹീമിന്റെ അഭിഭാഷകരും കുടുംബ പ്രതിനിധിയും ഇന്ത്യൻ എംബസി പ്രതിനിധിയും ഓൺലൈൻ വഴി ഹാജരായിരുന്നു. 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം ജയിലിലാകുന്നത്. സ്വകാര്യ അവകാശ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും സൗദി ബാലന്റെ കുടുംബത്തിന് 1.5 കോടി റിയാൽ ദിയാധനം നൽകിയതിനെ തുടർന്ന് വധശിക്ഷ റദ്ദാക്കുകയായിരുന്നു. പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ. കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി തുടരുന്നു. സർവകലാശാലയിൽ പ്രവേശിക്കരുത് എന്ന താൽക്കാലിക വിസിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അവധിയപേക്ഷ നൽകി. സസ്പെൻഷനിൽ ഉള്ളയാളുടെ അവധിയപേക്ഷയ്ക്ക് എന്തു പ്രസക്തി എന്നാണ് വിസിയുടെ നിലപാട്. അതേസമയം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും. സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ KS അനിൽകുമാറിനെതിരെ വൈസ് ചാൻസലർ കടുത്ത നടപടിയുമായി മുന്നോട്ട്. KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് കയറരുതെന്ന നിർദ്ദേശത്തിനു പിന്നാലെ രജിസ്ട്രാർ അവധി അപേക്ഷ നൽകി. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ അവധി നൽകണമെന്നായിരുന്നു ആവശ്യം. പകരം ചുമതല പരീക്ഷാ കൺട്രോളറെയോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും KS അനിൽകുമാർ ശുപാർശ ചെയ്യുന്നു. ഇമെയിൽ വഴിയുള്ള അവധി അപേക്ഷയെ പരിഹസിച്ച് ചുമതല ഏറ്റെടുത്ത വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ മറുപടി നൽകി. സസ്പെൻഷനായ വ്യക്തിയുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്നായിരുന്നു VCയുടെ മറുപടി. സിസ തോമസിന്റെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഇന്നലെ അവസാനിച്ചിരുന്നു. സർവകലാശാല പ്രതിസന്ധിയിൽ നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കാനാണ് SFI തീരുമാനം. യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കോലമാക്കി അവിടേക്ക് എരച്ചു കയറി ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നത്? ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത്? എന്താണ് ഈ സമരാഭാസം? എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത്? കേരളത്തിൽ VD സതീശൻ RSSനെ ഭയപ്പെടുകയാണ്. RSSുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ RSSകാരുടെ നേതാക്കന്മാർ പുറത്തുവിടുമോ എന്ന ഭയത്തിലാണ് RSSനെതിരായ സമരത്തെ ഗുണ്ടായിസമെന്ന് ചിത്രീകരിക്കാൻ VD സതീശൻ തയ്യാറാവുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല നേരത്തെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പന് വൈസ് ചാൻസലർ നൽകിയിരുന്നു. ഈ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് VCയുടെ തീരുമാനം. 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടില്ല. വയനാട്ടിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. ചീരാൽ കൊഴുവണ ഉന്നതിയിലെ വിഷ്ണുവാണ് മരിച്ചത്. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. കൊച്ചി അമ്പലമുകൾ BPCL കൊച്ചിൻ റിഫൈനറിയിലെ തീപിടുത്തത്തിൽ കാരണം കണ്ടെത്തി 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കളക്ടറുടെ നിർദ്ദേശം. പ്രദേശം വാസയോഗ്യമല്ലെന്ന പരാതി പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചു. അധ്യാപകർ വിദ്യാർത്ഥികളെ ചൂരൽ കൊണ്ട് അടിക്കുകയോ ശാരീരിക ശിക്ഷ നൽകുകയോ ചെയ്യുന്നത് കുറ്റകരമല്ലെന്ന് കേരള ഹൈക്കോടതി. എന്നാൽ മർമ്മഭാഗങ്ങളിൽ ശിക്ഷിക്കുന്ന പ്രവണത ഒഴിവാക്കണം. ജസ്റ്റിസ് C ജയചന്ദ്രന്റേതാണ് ഉത്തരവ്. തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിൽ ഹോട്ടൽ ഉടമയെ കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ചെന്ന് പ്രതികളുടെ മൊഴി. ജീവനക്കാർ ജോലിക്കെത്താത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല്ലപ്പെട്ടത് കേരള കഫേ സഹ ഉടമ ജസ്റ്റിൻ രാജ്. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. അടുത്ത മാസം 13 വരെയാണ് കസ്റ്റഡി നീട്ടിയത്. മുംബൈയിൽ ക്യാന്റീൻ ജീവനക്കാരനെ മർദ്ദിച്ച് MLA. ഭക്ഷണം മോശമെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കർണാടക ശിവമോഗയിൽ ബാധ ഒഴിപ്പിക്കലിന്റെ പേരിൽ സ്ത്രീയെ മർദ്ദിച്ചു കൊന്നു. ഹൊസ ജാബറഗട്ട സ്വദേശി ഗീതമ്മയാണ് മരിച്ചത്. 6 മണിക്കൂറാണ് ഗീതമ്മയ്ക്ക് മർദ്ദനമേറ്റത്. രാജസ്ഥാനിൽ ഉദ്ഘാടനം കാത്തിരുന്ന റോഡ് കനത്ത മഴയിൽ ഒലിച്ചുപോയി. ജുൻജുനു ജില്ലയിലെ ബാഗുലി ജഹാജ് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയാണ് തകർന്നത്. കനത്ത മഴയിൽ നദി ഗതിമാറി ഒഴുകിയതാണ് റോഡ് തകരാൻ കാരണം. അമേരിക്കയിൽ ടെക്സസിന് പിന്നാലെ ന്യൂ മെക്സിക്കോയിലും മിന്നൽ പ്രളയം. വൻ നാശനഷ്ടമെന്ന റിപ്പോർട്ട്. ആളപായമില്ല. വാഹനങ്ങളിൽ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ചെറുതന വള്ളം ജേതാക്കളായി. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ഇപ്പോൾ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ചമ്പക്കുളം മൂലം വള്ളംകളിയിലാണ് ഇപ്പോൾ ചെറുതന വള്ളം ജേതാക്കളായിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ അശ്വിൻ പാലാഴി നൽകും. അശ്വിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, എന്തായാലും ആവേശകരമായ മത്സരമാണ് ഇന്ന് ഈ പമ്പയാറ്റിൽ നടന്നത്. 5 ചുണ്ടൽ വള്ളങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായി മത്സരിച്ചത്. അതിൽ ഏറ്റവും അവസാന മത്സരഫലം വരുമ്പോൾ ചെറുതന ചുണ്ടൻ പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബ്ബ് നേതൃത്വം നൽകിയ ചെറുതന ചുണ്ടൻ ഈ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുകയാണ്. രാജപ്രമുഖൻ ട്രോഫിക്ക് ഇത്തവണ നേടിയിരിക്കുന്നത് ചെറുതന ചുണ്ടനാണ്. കഴിഞ്ഞ തവണ അത് ദിവാൻജി ബോട്ട് ക്ലബിനായിരുന്നു. അത് ഇത്തവണ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ചെറുതന ചുണ്ടൻ. ഇത്തവണ അതിൻ്റെ ആവേശം ഏറ്റുകൊണ്ടുകൊണ്ട് ഇപ്പോൾ നമുക്കൊപ്പം അതിൻ്റെ ആളുകളുണ്ട്. ചേട്ടാ, എത്രത്തോളം ആവേശം? ഞങ്ങൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇനി കളിക്കുന്നത് മേൽപ്പാടത്തല്ലേ, നെഹ്റു ട്രോഫി കളിക്കുന്നത് മേൽപ്പാടത്തല്ലേ, അവിടെയും ഞങ്ങൾ എടുക്കും. 6ാമത്തെ കപ്പ്. ശരി അശ്വിൻ. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.